കഴിഞ്ഞ ദിവസം നമ്മുടെ ആറ്റോ ആയിട്ടൊന്ന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഈ കാണുന്ന പണി നമുക്ക് കിട്ടിയത്. വണ്ടി ജന്മം ചെയ്ത സ്റ്റാർട്ട് ആവത്തില്ല. 100% നമ്മുടെ സെന്ന് ഇപ്പൊ ഡെഡ് ആയി കിടക്കുവാണ് കേട്ടോ. ഏറ്റവും റേറ്റ് കുറവിൽ കിട്ടിയാൽ മേടിക്കാതിരിക്കുന്ന മോശമല്ലേ? ഒരു 3 മാസം മുന്നേ ഈ കാണുന്ന ഐറ്റം ഞാൻ വാങ്ങി എന്റെ വണ്ടിയിൽ വെച്ചിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ജംപ് സ്റ്റാർട്ടർ വരുന്നത്. ഇത് വെറും ഒരു ജംപ് സ്റ്റാർട്ടർ മാത്രമല്ല, ഇതൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ ഇതിലൊരു ടോർച്ചും ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ കാണുന്ന ജംപ് സ്റ്റാർട്ടർ കേബിൾ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതെ, സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഈ ഒരു കേബിൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എത്ര ശതമാനം ചാർജ് ഈ ജംപ് സ്റ്റാർട്ടർ ഉണ്ടെന്ന് കാണിക്കും. അപ്പോൾ കണക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ ഒരു റെഡ് കണക്ടർ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്യുക. ഈ ഒരു ബ്ലാക്ക് കണക്ടർ നമ്മുടെ ബാറ്ററിയുടെ ഗ്രൗണ്ടിൽ കൊടുക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി കറക്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ടോ എന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ ഉണ്ടോ? ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് കണക്ട് ചെയ്യാം. യെസ്, കണക്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ. നമ്മുടെ ഈ ഒരു ജംപ് സ്റ്റാർട്ടർ നമുക്ക് ഊരിയെടുത്തേക്കാം. ഇനിയും 98% ചാർജ് മിച്ചമുണ്ട്. നിങ്ങളൊരു ജംപ് സ്റ്റാർട്ടർ നോക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 8500 രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷേ 1 ഇയർ വാറണ്ടിയോട് കൂടി തന്നെ ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയത് വെറും 5900-നാണ്. ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് കിട്ടും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.